അയോൾ ഇന്നത്തെ ക്ലാസ്സിൽ കിർച്ചോഫ് ലോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 1 കിർച്ചോഫ് കറന്റ് ലോനെ ബേസ് ചെയ്തിട്ടും മോഡ്യൂൾ 2 എന്നുള്ളത് കിർച്ചോഫ് വോൾട്ടേജ് ലോനെ ബേസ് ചെയ്തിട്ടും. അതുകൊണ്ടാണ് മോഡ്യൂൾ 1 and 2 തന്നെയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ സർക്യൂട്ടിൽ നിങ്ങൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എല്ലാം ആ ബ്രാഞ്ച് വോൾട്ടേജ് എല്ലാം ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് 0 കിട്ടും. ഓക്കെ, അതാണ് പറയുന്നത്. KVL states that if Vk is the voltage drop across the kth branch, then summation Vk is equal to 0. ഓക്കെ, ഇതെന്താണ്? ഒരു ലൂപ്പിലുള്ള ഇക്വേഷൻ ആണ്. പക്ഷെ നമ്മൾ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തുണ്ടാവും? കുറെ ലൂപ്സ് ഉണ്ടാവും. അപ്പോൾ ഇഫ് L ഈസ് ദ നമ്പർ ഓഫ് ലൂപ്പ്, ഓക്കെ, L എന്നുള്ളത് നമ്പർ ഓഫ് ലൂപ്പ് അല്ലെങ്കിൽ എഫ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? L നമ്പർ ഓഫ് KVL ഇക്വേഷൻ ഉണ്ടാവും. ഓക്കെ, ഓരോന്നിനും ഓരോ ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് ചെയ്തിട്ട് ഇതിനെ സമ്മേഷൻ K is equal to 1 to B എത്രത്തോളം 1 to B എത്രത്തോളം ബ്രാഞ്ച് ഉണ്ട്, BIK BK is equal to 0 എന്നിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ബി എന്നുള്ളത് എന്താണ്? ലൂപ്പ് മെട്രിക്സ്. ഓക്കെ, ലൂപ്പ് മെട്രിക്സ് അല്ലെങ്കിൽ എന്ത് പറയും? ടൈ സെറ്റ് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, ടൈ സെറ്റ് മെട്രിക്സ് എന്നുള്ളത് ബി എന്നുള്ളത് ആദ്യത്തെ ഒരു എലമെന്റ് ആണ് എന്ത്? ഈ BIK എന്നുള്ളത്. Okay, B is the number of branches. The set of LKVL equation can be written in matrix form. Okay, അത് നമുക്ക് എന്ത് ചെയ്യാം? മെട്രിക്സ് ഫോമിലാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇക്വേഷൻ ആണ്. അത് നമുക്ക് മെട്രിക്സ് ഫോമിലാക്കിയിട്ട് BVB is equal to 0 എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യും. ബി എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ടൈസെറ്റ് മെട്രിക്സ്. BB എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ബ്രാഞ്ച് മാട്രിക്സ് എന്ന് പറയും. ഓക്കെ, ബ്രാഞ്ച് വോൾട്ടേജ് മെട്രിക്സ്. ഓക്കെ, അപ്പൊ എത്രത്തോളം ബ്രാഞ്ച് വോൾട്ടേജ് ഉണ്ട്, അപ്പൊ V1 V2 V ഇത്ര VB വരെ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഇതെന്താണ്? ഒരു കോളം വെക്ടർ ആയിക്കാരം. ഓക്കെ, ഒരു കോളം വെക്ടർ. ദിസ് ദ ഫണ്ടമെന്റൽ സർക്യൂട്ട് മെട്രിക്സ്, അതായത് ടൈസെറ്റ് മെട്രിക്സ്. ഓക്കെ, അപ്പോൾ BVB is equal to 0 എന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ ഇതുണ്ട് കിർച്ചോഫ്സ് കറന്റ് ലോ ഉണ്ട്. കറന്റ് ലോ എന്ന് പറയുന്നത് KCL states that if IK is the current in the kth branch, then at a given node, sum of current equal to 0 at a node. Okay, at a node അല്ലെങ്കിൽ at a junction. If there are n nodes, there will be n equation, one for each node. n node ഉണ്ടെങ്കിൽ n equations ഉണ്ടാവും, ഓരോന്നിനും ഓരോ ഇക്വേഷൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ എ എന്നാക്കിയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ AAIB is equal to 0. ഓക്കെ, എ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, എ എന്നുള്ളത് എന്ത് ചെയ്യുന്നു? ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, IB എന്ന് വെച്ചാൽ ബ്രാഞ്ച് കറന്റ് മെട്രിക്സ്. ഓക്കെ, ബ്രാഞ്ച് കറന്റ് മെട്രിക്സ്. ഓക്കെ, IB എന്നുള്ളതും ഒരു കോളം വെക്ടർ ആയിക്കാരം, I1 I2 to IB. ഓക്കെ, അപ്പോൾ AAIB is equal to 0. എ എന്ന് വെച്ചാൽ എന്താണ്? കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ്. ഓക്കെ, കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ്. If one node is taken as reference node or data node, we can write. അതായത് നമ്മൾ നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു നോഡ് നമ്മൾ റെഫറൻസ് നോഡാക്കി എടുക്കട്ടെ. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ ഒരു നോഡൽ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 4 നോഡ് ഉണ്ടെങ്കിൽ ഒരു നോഡ് റെഫറൻസ് ആക്കിയ നോഡ്. ഓക്കെ, ഒരു നോഡ് റെഫറൻസ് ആക്കി എടുക്കും. ബാക്കിയുള്ളത് V1 V2 V3 ആണ് നമ്മൾ എന്ത് ചെയ്യാറ്? കണ്ടുപിടിക്കാറ്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു നോഡ് നമ്മൾ റെഫറൻസ് ആക്കി എടുക്കാണ്. അപ്പോൾ ഇവിടെ n നോഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ടാവുള്ളൂ? 3 ഇക്വേഷൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യും? ഒരു നോഡ് എലിമിനേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് A ഈസ് ദ ഇൻസിഡൻസ് മെട്രിക്സ്. അതായത് റെഡ്യൂസ്ഡ് ഇൻസിഡൻസ് മെട്രിക്സ് ആണ് എന്ത്? വെറും A എടുത്തത്. തൊട്ട് മുമ്പ് പറഞ്ഞത് ഇപ്പോൾ AAIB എന്നാണ്. A എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇൻസിഡൻസ് മെട്രിക്സ് ആണ്. A എന്നുള്ള എന്താണ്? ഒരു റോ നമ്മൾ എന്താ ചെയ്യാണ്? റിമൂവ് ചെയ്തിട്ടുള്ള മെട്രിക്സ്, അതായത് ഇൻസിഡൻസ് മെട്രിക്സ് ആണ്. ഓക്കെ, AIB is equal to 0. ഓക്കെ, അതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എ എന്ന് വെച്ചാൽ ATQ എന്നാണ്. റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എയും ബിയും ക്യൂയും തമ്മിലാണ്. ഓക്കെ, A is equal to ATQ എന്നാണ്. അപ്പോൾ ഈ എക്ക് ATQ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ATQ into IB is equal to 0 എന്നുള്ളത് AT ഇൻവേഴ്സ് ആയിട്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു AT ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു AT ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതെന്തായി പോയി? 0 ആയി പോയി. AT ഇൻവേഴ്സ് ഇൻറ്റു AT എന്ന് വെച്ചാൽ I എന്നായി. ഓക്കെ, യൂണിറ്റ് വെക്ടർ ആയി, ഐഡന്റി മെട്രിക്സ് ആയി. അതെന്തായി? I എന്നായി. I ഇൻറ്റു QIB. I എന്നല്ല, നമ്മൾ U എന്നാണ് പറയാറ്. ഓക്കെ, U ഇൻറ്റു
ക്യൂ ഐ ബി ഇസ് ഇക്വൽ ടു 0 യൂണിറ്റ് മെട്രിക്സ്. അപ്പോൾ അത് ക്യാൻസൽ ആയി പോയാൽ ക്യൂ ഇൻറ്റു ഐ ബി ഇസ് ഇക്വൽ ടു എന്ത് വന്നു 0. ഓക്കെ, ക്യൂ ഇൻറ്റു ഐ ബി ഇസ് ഇക്വൽ ടു 0. ക്യൂ എന്നുള്ളത് എന്ത് ചെയ്യുന്നു എഫ് കട്ട്സ് മെട്രിക്സ്. ഓക്കെ, ഫണ്ടമെന്റൽ കട്ട് സെറ്റ് മെട്രിക്സ്. ഓക്കെ, ക്യൂ ഇൻറ്റു ഐ ബി ഇസ് ഇക്വൽ ടു 0. അപ്പോൾ ബ്രാഞ്ച് കറന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻസിഡൻസ് മെട്രിക്സ് ആക്കിയിട്ടും റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ കട്ട് സെറ്റ് മെട്രിക്സ് ആക്കിയിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി വോൾട്ടേജിലാണെങ്കിൽ ബി വി ബി സിക്വൽ ടു 0. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇനി ഒരു റിലേഷൻ ബിറ്റ്വീൻ ഇപ്പോൾ ബ്രാഞ്ച് വോൾട്ടേജ് ഉണ്ടാകും, ടിക് വോൾട്ടേജ് മെട്രിക്സ് ഉണ്ടാകും, നോഡ് വോൾട്ടേജ് മെട്രിക്സ് വി എൻ. ഇങ്ങനെ 3 തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ സാധാരണ ബി 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 സിക്വൽ ടു 0 തൊട്ട് പോകുന്നത് ബി 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 സിക്വൽ ടു 0. അപ്പോൾ ഇതിനെ ടിക്കും ലിങ്കും ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു, ടിക്കും ലിങ്കും ആക്കിയിട്ട് വോൾട്ടേജ് റെപ്രസെന്റ് ചെയ്തു, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ അതിൽ നിന്ന് ബി എൽ എന്നുള്ളത് അവിടെ നിർത്തിയിട്ട് ഈ ടൈമിന് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. രണ്ട് സൈഡും ബി ടി ഇൻവേഴ്സ് സെറ്റ് എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ബി ടി ഇൻവേഴ്സ് സെറ്റ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ബി ടി ഇൻവേഴ്സ് ഇൻറ്റു ബി ടി എന്നായി. മൈനസ് ബി ടി ഇൻവേഴ്സ് ബി ടി ഇൻവേഴ്സ് അല്ല ബി എൽ ഇൻവേഴ്സ് കേട്ടോ. ഓക്കെ, ബി എൽ ഇൻവേഴ്സ്. ഓക്കെ, രണ്ട് സൈഡും ബി എൽ ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബി ടി എന്നുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു, ബി എൽ ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ബി ഇൻവേഴ്സും ബി എല്ലും കൂടി ക്യാൻസൽ ആയി പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ബി എൽ ഇൻവേഴ്സ് ബി ടി എന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിനെ ഒറ്റന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. പിന്നെ വി ബി എന്നുള്ളത്, അതായത് ബ്രാഞ്ച് വോൾട്ടേജ് എന്നുള്ളത് എന്താണ് വി ടി വി എല്ലും ആണ്. ഓക്കെ, ബ്രാഞ്ച് വോൾട്ടേജ് എന്നുള്ളതിൽ ടിക് വോൾട്ടേജും ലിങ്ക് വോൾട്ടേജ് ഒക്കെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറ്. അപ്പോൾ വി ടി എന്നുള്ളത് നമ്മൾ അതേപോലെ തന്നെ എഴുതി. ബി എല്ലിനുള്ള ഏത് ഇക്വേഷൻസ് എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ബി എല്ലിന് എന്ത് ചെയ്തു ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ രണ്ടിലും ബി ടി എന്നുള്ളത് കോമൺ ഉണ്ട്. അപ്പൊ ബി ടി എന്നുള്ളത് കോമൺ ആക്കി എടുത്തു. അപ്പൊ ഇവിടെ യുന്നു മൈനസ് ബി എൽ ഇൻവേഴ്സ് ബി ടി എന്നുള്ളത്. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് എന്ത് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞാണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, ആ റിലേഷൻ പഠിച്ചു. ഓക്കെ, അപ്പൊ വി ബി എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്താൽ ക്യൂ ട്രാൻസ്പോസ് ബി ടി എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ക്യൂ ട്രാൻസ്പോസ് ബി ടി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ക്യൂ എന്നുള്ളത് എന്ത് ചെയ്യുന്നു എ ടി ഇൻവേഴ്സ് എ എന്നുള്ള ഒരു ഇക്വേഷൻ കൂടെ എടുത്തു. എ ടി ഇൻവേഴ്സ് ഇൻറ്റു എ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ക്യൂ ടി എന്ന് വെച്ചാൽ എന്താണ് ഇതിന് ട്രാൻസ്പോസ് എടുത്തു. ഓക്കെ, ഇതിന് ട്രാൻസ്പോസ് എടുത്തു. ഇവിടെ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ടൈം ആദ്യം വരും. അപ്പൊ അതാണ് എ ട്രാൻസ്പോസ് എ ടി ഇൻവേഴ്സിന്റെ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോ ഈ ട്രാൻസ്പോസും കൂടി ഇത് എന്ത് ചെയ്തു ഇവിടെ എന്ത് ചെയ്തു ഇത് രണ്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്ത് വെച്ചതാണ് ഇത്. ഓക്കെ, എന്നിട്ട് ഈ ക്യൂ ട്രാൻസ്പോസിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ വി ബി ഇസിക്വൽ ടു ക്യൂ ടി വി ടിക്ക് പകരം എ ട്രാൻസ്പോസ് എ ടി ട്രാൻസ്പോസ് ഇൻവേഴ്സ് ഓഫ് വി ടി എന്നായി. ഇതിന്ന് രണ്ടിന്നും ഇതിന്ന് എന്ത് ചെയ്തു ഒരു എ ട്രാൻസ്പോസ് എന്നുള്ളത് കോമൺ ആക്കി എടുത്തു. ഓക്കെ, കോമൺ ആക്കി എടുത്തുള്ള ബ്രാക്കറ്റിൽ നിന്ന് പുറത്തോട്ടാക്കി എടുത്തു. ഓക്കെ, അപ്പൊ ഈ ടൈമിനെ നമുക്ക് എന്താ ചെയ്താ ന്യൂട്രൽ നോഡ് വോൾട്ടേജ് ആക്കിയിട്ട് ഓക്കെ നോഡ് വോൾട്ടേജ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോഡ് വോൾട്ടേജ് ബി എൻ ഇസിക്കൽ ടു എ ടി ട്രാൻസ്പോസ് ഇൻവേഴ്സ് ഓഫ് വി ടി എന്ന് കിട്ടും. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാൽ മതി, റിലേഷൻ ഒന്നും പഠിക്കണ്ട. വി ബിന്റെ ഈ ഇക്വേഷനും വി എന്നിന്റെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം കാണാൻ പഠിക്കും. ഓക്കെ, വി ബി എന്നുള്ളത് ഇതും എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക. ഓക്കെ, വി ബി ഇസിക്കൽ ടു എ ടി വി എൻ. ഓക്കെ, വി ബി ഇസിക്കൽ ടു എ ടി വി എൻ, VB is equal to QT VT. Okay, VB is equal to QT VT, VB is equal to A transpose VN, VN is equal to AT transpose inverse of VT. Okay, ഈ 3 ഇക്വേഷൻസ് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ബ്രാഞ്ച് കറന്റ് മെട്രിക്സും ലൂപ്പ് മെട്രിക്സും ഉള്ളത്. ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിരുന്ന അതേ മോഡൽ തന്നെയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു AT ഇൻവേഴ്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഈ ടേം ആയിരുന്നു ബി എന്നുള്ളത് മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ ബി ട്രാൻസ്പോസ് ഐ ആണ്. അപ്പോൾ ഐ ബി ഇസിക്കൽ ടു ബി ട്രാൻസ്പോസ് ഐ എന്നാണ്. ഓക്കെ, ഈ ഇക്വേഷൻ എന്താ ചെയ്യുക ഓർത്തിരിക്കുക. ഞാൻ ഈ റൗണ്ടിലിട്ട ഇക്വേഷൻസ് മാത്രം ഓർത്തിരുന്നാൽ മതി. അതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം. ഇനി ഇതേപോലെ ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഇതേപോലെ KVLന്റെ ഇക്വേഷൻസ് എഴുതാം. ഓക്കെ, KVLന്റെ ഇക്വേഷൻസ് എഴുതിയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കണമെന്നില്ല, നമ്മൾ ഇതിൽ എന്താ ചെയ്യുക KVL ഇക്വേഷൻസ് അപ്ലൈ ചെയ്യും. KVL അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്
വി കെ. അതായത് ഇതിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഐ കെ എന്നുള്ള ഒരു കറന്റും ഐ എസ് കെ എന്നുള്ള കറന്റും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോ എന്ത് വരും, സെഡ് കെ ഇൻറ്റു ഐ കെ പ്ലസ് സെഡ് കെ ഇൻറ്റു ഐ എസ് കെ, ഓക്കെ, മൈനസ് വി എസ് കെ ഈസ് ഈക്വൽ ടു എന്തേക്കാരം ടോട്ടൽ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ നിന്ന് ഉള്ള വോൾട്ടേജ് ഇക്വേഷൻ കിട്ടുക. ഇവിടെ വി കെ എന്ന് വെച്ചാൽ എന്താണ്, ബ്രാഞ്ച് ആണ്. ഓക്കെ, ഒരു ബ്രാഞ്ച് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് ഫോമിലാക്കിയിട്ട് ബ്രാഞ്ച് വോൾട്ടേജ് വരും. സെഡ് കെ എന്ന് വെച്ചാൽ ഇംപെഡൻസ് ആണ് വരിക, ഇംപെഡൻസ് മെട്രിക്സ് ആണ് സെഡ് ബി എന്ന് വരും. ഐ കെ എന്ന് വെച്ചാൽ ആ ബ്രാഞ്ച്, ഓക്കെ, ബ്രാഞ്ച് കറന്റ്. വീണ്ടും സെഡ് ബി ഐ എസ്, അതായത് സോഴ്സ് കറന്റ് ഉണ്ടെങ്കിൽ, ഓക്കെ, സോഴ്സ് കറന്റ് ഉണ്ടെങ്കിൽ ഐ എസ് മൈനസ് ബി എസ് കെ, ഓക്കെ, സപ്ലൈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ബി എസ് കെ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് വോൾട്ടേജ് മെട്രിക്സ്, ഇത് കറന്റ് മെട്രിക്സ്, ഇത് ബ്രാഞ്ച് കറന്റ് മെട്രിക്സ്, ഇത് ബ്രാഞ്ച് വോൾട്ടേജ് മെട്രിക്സ്, ഇത് ബ്രാഞ്ച് ഇംപെഡൻസ് മെട്രിക്സ്. ഓക്കെ, അപ്പൊ കെ വി എൽ ഇക്വേഷൻ ഞാൻ പറയാറ് ബി 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 സിക്വൽ ടു 0 എന്നാണ്. ഓക്കെ, കെ വി എൽ ഇക്വേഷൻ എന്താണ് പറയാറ്, ബി 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 സിക്വൽ ടു 0 എന്നാണ്. അപ്പൊ വി ബി എന്നുള്ള ടേം ഇവിടെ കിട്ടി, ഇതിനെ ബി ആയിട്ട് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതാണ് ബി ഇൻറ്റു വി ബി. അപ്പൊ ഇവിടെ ബി ഇൻറ്റു ഈ ടേം മൊത്തം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, അപ്പോ ബി സെഡ് ഐ ബി ആ ടേമാണ് ഇവിടെ കാണിച്ചുള്ളത്. ബി സെഡ് ബി ഐ ബി. ബി ഇൻറ്റു വി എസ് എന്നുള്ള ഒരു ടേം ഉണ്ടായിരുന്നു. ഓക്കെ, ബി ഇൻറ്റു മൈനസ് ബി എസ്, അതിന് ഈ സൈഡിലോട്ട് എടുത്തപ്പോൾ പ്ലസ് ബി ഇൻറ്റു ബി എസ് എന്നായി. സെഡ് ബി ഇൻറ്റു ഐ എസ് ഇൻറ്റു ബി എന്നുണ്ടായിരുന്നു, അതും മൈനസ് ആയി റൈറ്റ് സൈഡിലോട്ട് എടുത്തപ്പോൾ മൈനസ് ബി ഇൻറ്റു സെഡ് ബി ഇൻറ്റു ഐ എസ്. ഓക്കെ, ഇനി ഐ ബി എന്നുള്ളത് എന്താണ്, ഐ ബി എന്ന് വെച്ചാൽ ബി ട്രാൻസ്പോസ് ഓഫ് ഐ എൽ എന്നാണ് തൊട്ട് മുമ്പ് പറഞ്ഞത്. ഐ ബി എസ് ബി ട്രാൻസ്പോസ് ഐ എൽ എന്നുള്ളത്. അപ്പൊ ഈ ഐ ബിക്ക്, ഓക്കെ, ബ്രാഞ്ച് കറന്റിന് ലൂപ്പിന്റെ ഇത് വിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ബി സെഡ് ബി ബി ട്രാൻസ്പോസ് ഐ എൽ ഈസ് ഇക്വൽ ടു ബി ഇൻറ്റു ബി എസ് മൈനസ് ബി സെഡ് ബി ഇൻറ്റു ഐ എസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്, ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഒരു കെ വി എൽ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ, ഒരു കെ വി എൽ ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ആണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഹൈലൈറ്റർ ഇട്ട് വെച്ചത്, ഓക്കെ, പഠിക്കുക. അതാണ് എന്ത്, ജനറലൈസ്ഡ് കെ വി എൽ ഇക്വേഷൻ. ഓക്കെ, അതിൽ ബി സെഡ് ബി ബി ട്രാൻസ്പോസിനെയാണ് ഇംപെഡൻസ് മെട്രിക്സ് എന്ന് പറയാറ്. ഓക്കെ, ഇംപെഡൻസ് മെട്രിക്സ് എന്ന് പറയാറ്. ഓക്കെ, അപ്പൊ ബി സെഡ് ബി ബി ട്രാൻസ്പോസ് ഐ എൽ ഈസ് ഈക്വൽ ടു ബി ബി എസ് മൈനസ് ബി സെഡ് ബി ഐ എസ്. ഓക്കെ, ഈ ഇക്വേഷൻസ് പഠിച്ചിരിക്കുക. അതേപോലെ കെ സി എൽ ഇക്വേഷൻസ്. ഓക്കെ, കെ സി എൽ ഇക്വേഷൻ ചെയ്തത് മെത്തേഡ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. നമ്മളിപ്പോ പറഞ്ഞ അതേപോലെ തന്നെ സെഡ് കെക്ക് പകരം ഇവിടെ എന്താണ്, ഇംപെഡൻസിന് പകരം അഡ്മിറ്റൻസ് ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അഡ്മിറ്റൻസ് ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് എന്ത്, ഈ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, നേരത്തെ ബി സെഡ് ബി ബി ട്രാൻസ്പോസ് ഐ എൽ ഈസ് ഇക്വൽ ടു ബി ബി എസ് മൈനസ് ബി സെഡ് ബി ഐ എസ് എന്നാണ് ഇക്വേഷൻ. ഓക്കെ, രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, രണ്ട് ഇക്വേഷനും കൂടി ഒന്ന് എഴുതി വെച്ചിട്ട് നോക്കി നോക്ക്. ഓക്കെ, അവിടെ എക്ക് പകരം ഇവിടെ ബി എന്നായി, അവിടെ സെഡ് ബിക്ക് പകരം ഇവിടെ വൈ ബി എന്നായി. ഓക്കെ, അങ്ങനത്തെ വ്യത്യാസമുള്ളൂ. അവിടെ ഇവിടെ ഐ എൽ എന്നായിരുന്നു, ഇവിടെ ഐ എസ് എന്നായി, ഇവിടെ വി എന്നായി, ഇവിടെ വി എസ് എന്നായി, ഇവിടെ വി എസ് ആയിരുന്നു, ഇവിടെ ഇവിടെ ബി ബി എസ് ആയിരുന്നു, ഇവിടെ എ ഇൻറ്റു ഐ എസ്. രണ്ടും കമ്പയർ ചെയ്ത് എടുക്കാം. ഈ ഇക്വേഷൻ ആണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇതാണ് എന്ത്, ജനറലൈസ്ഡ് കെ സി എൽ ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, വൈ എന്നുള്ളത് എന്താണ്, വൈ എന്നുള്ളത് ഈ എ ഇൻറ്റു വൈ ബി എ ട്രാൻസ്പോസ് ഉണ്ടല്ലോ, ഈ ടൈമിനാണ് എന്ത് വൈ എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ള സെയിം സാധനം. ഇനി ഇതിന് വീണ്ടും ക്യൂ സെറ്റ് മെട്രിക്സ്, ഓക്കെ, കട്ട് സെറ്റ് മെട്രിക്സ് ഉണ്ട്, കട്ട് സെറ്റ് മെട്രിക്സിന്റെ റെപ്രസെന്റേഷൻ എഴുതി. ഓക്കെ, അപ്പോ അവിടെ ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ, ക്യൂ വൈ ബി ക്യൂ ട്രാൻസ്പോസ് എ വൈ ബി എ ട്രാൻസ്പോസ് വി ഐ, ഇവിടെ വി ടി എന്നായി. ഓക്കെ, വി ടി ആയിട്ട് മാറി. ക്യൂ ഇൻറ്റു ഐ എസ് മൈനസ് ക്യൂ വി ബി വി എസ്. ഓക്കെ, ആ രണ്ട് ഇക്വേഷനുകളും നോക്കിയിരിക്കുക. അവിടെ ബി ആയിരുന്നു, ഇവിടെ ക്യൂ ആയിരുന്നു. അവിടെ ബി എൻ ആയിരുന്നു, വോൾട്ടേജ് ആയിരുന്നു, ഇവിടെ എന്താണ് ടിഗ് ആണ്. ഓക്കെ, ബി ടി ടിഗ് വോൾട്ടേജ് മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്.
For the network shown in figure, write the Dieset matrix and obtain the network equilibrium equation in matrix form using KVL. Calculate loop current. Okay, KVL പ്രകാരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് മാട്രിക്സ്. അപ്പൊ ഇതില് നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻസ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇക്വേഷൻസിനെ ചെയ്തിട്ട് ബി മെട്രിക്സ് എന്താണ്, സെഡ് മെട്രിക്സ് എന്താണ്, IL, IN ഈ മെട്രിക്സ് ഒക്കെ എന്തൊക്കെയാണ് നോക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്തു, ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ എത്ര ഉണ്ട്, നോഡ് ഉണ്ട്, 4 നോഡ് ഉണ്ട്. ഓക്കെ, 4 നോഡ് ഉണ്ട്. അപ്പൊ 1, 2, 3, 4 എന്നാക്കിയിട്ട് റിപ്രസെന്റ് ചെയ്തു. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുക. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യുക, റെസിസ്റ്ററുകൾ ഷോർട്ട് ചെയ്യുക, ഇൻഡക്ടർ ഉണ്ടെങ്കിൽ ഇൻഡക്ടർ ഷോർട്ട് ചെയ്യുക, കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യുക, ഇതൊക്കെ ഷോർട്ട് ചെയ്യുക. ആദ്യം എന്ത് ചെയ്തു, ഒരു ഗ്രാഫ് വരച്ചു. അതിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു T സെലക്ട് ചെയ്തു. ഓക്കെ, ഒരു T സെലക്ട് ചെയ്തു, ഒരു ട്രീ സെലക്ട് ചെയ്തു. ഓക്കെ, T ഷേപ്പിലുള്ള 1, 2, 3, 4. ഓക്കെ, ട്രീ സെലക്ട് ചെയ്തു. എല്ലാ ബ്രാഞ്ചിനും ഓരോ നമ്പറിങ്. ഓക്കെ, അപ്പൊ ആദ്യം ബി സെറ്റ് മെട്രിക്സ് ആയിരുന്നു, ടൈസെറ്റ് മെട്രിക്സ് എടുത്താനാണ്. ഓക്കെ, ടൈസെറ്റ് മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാറ്, ഇത് 4, ഇത് 5, ഇത് 6. ഓക്കെ, ഓരോ ലിങ്ക് എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, ഒരു ലിങ്ക് ആഡ് ചെയ്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 1 പറഞ്ഞ ലിങ്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ലിങ്കുകൾ ഇവിടെ 1, 2, 3. ഓക്കെ, 1 ഇതാണ്, 2 എന്നുള്ളത് ഇതാണ്, എന്ത് 3 എന്നുള്ളത്. ഓക്കെ, 1, 2, 3 എന്നുള്ളത് ലിങ്ക് ആഡ് ചെയ്തു. അപ്പൊ 1 ആഡ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഇക്വേഷൻസ് എഴുതി. രണ്ടാമത്തിൽ 1, 4, 6, 1, 4, 6 സെയിം ഡയറക്ഷൻ. ഓക്കെ, സെയിം ഡയറക്ഷൻ ആണ്. അപ്പൊ എല്ലാ വാല്യൂ എന്ത് ചെയ്തു, 1, 1, 1. രണ്ടാമത് 2 ആഡ് ചെയ്തു. 2 ആഡ് ചെയ്തപ്പോൾ 2, 6, 5, 2, 6, 5 ഇതിനാണ് വാല്യൂസ് ഉള്ളത്. 6 എന്നുള്ളത് 2ന്റെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, 2ന്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -1 ഉണ്ട്. മൂന്നാമത് 3 ആഡ് ചെയ്തു. 3 ആഡ് ചെയ്തപ്പോൾ 4ഉം 5ഉം ആണ് വാല്യൂസ് ഉള്ളത്. അതിന് രണ്ടും മൈനസ് ആയിക്കാരം വരാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ടൈസെറ്റ് മെട്രിക്സ് എന്നുള്ളത്. ഇനി ഇതിൽ നമ്മുടെ KVL ഇക്വേഷൻ എന്ത് ചെയ്തു, B ട്രാൻസ്പോസ് IL ഈസ് ഇക്വൽ ടു BS മൈനസ് BZBIS ഈസ് ഇക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇതാണ് എന്ത് ഇക്വേഷൻ. നമുക്ക് ഇവിടെ എന്തില്ല, IS തന്നിട്ടില്ല, സോഴ്സ് കറന്റ് ഇല്ല. ഓക്കെ, സോഴ്സ് കറന്റ് ഇല്ലാത്തതുകൊണ്ട് ISന്റെ വാല്യൂ ആണ് 0 ആണ്. ഓക്കെ, അപ്പൊ 0 ആകുമ്പോൾ ഈ ടേം, ഈ മൊത്തം ടേം ഇല്ല. നമുക്ക് എന്ത് ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ബി മെട്രിക്സ് നമ്മൾ കണ്ടെത്തി. ZB മെട്രിക്സ് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ZB എന്ന് വെച്ചാൽ എന്താണ്, ഇംപെഡൻസ് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ മൊത്തം നമുക്ക് പറഞ്ഞിരുന്നു 6 ബ്രാഞ്ചാണ്. 1, 2, 3, 4, 5, 6 6 ബ്രാഞ്ചാണ് ഉള്ളത്. അപ്പൊ ഫസ്റ്റത്തെ ബ്രാഞ്ച് ഈ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഏതാണ്, ഈ ബ്രാഞ്ചാണ്. അപ്പൊ അതിന്റെ റെസിസ്റ്റർ എന്ത് ചെയ്യുക, റെസിസ്റ്റൻസിന്റെ വാല്യൂ 6. ബാക്കി എല്ലാം എന്ത് ചെയ്യുക, 0 ഇട്ടു. ഓക്കെ, ബാക്കി എല്ലാം എന്ത് ചെയ്യുക, 0 ഇട്ട് എടുക്കുക. രണ്ടാമത്തെ ബ്രാഞ്ച് എടുക്കുക. ഓക്കെ, ഇതാണ് എന്ത്, രണ്ടാമത്തെ ബ്രാഞ്ച് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ബ്രാഞ്ചിന്റെ വാല്യൂ, റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. ഓക്കെ, അപ്പൊ 4 ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുക, രണ്ടാമത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. അതായത് എന്ത് വരും, 0, 2, 0, 0, 0, 0 എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യും. മൂന്നാമത്തെ ബ്രാഞ്ച് ഏതാണ്, ഇതാണ് എന്ത്, മൂന്നാമത്തെ ബ്രാഞ്ച്. ഓക്കെ, മൂന്നാമത്തെ ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഈ ബ്രാഞ്ച്. അപ്പൊ ഇതാണ്, ഇവിടുത്തെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ അതെന്താണ്, മൂന്നാമത്തെ കോളത്തിലാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഇനി നാലാമത്തെ ബ്രാഞ്ച് ഇതാണ്, നാലാമത്തെ ബ്രാഞ്ച് അതായത് ഇത്. അപ്പൊ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ 4 ആണ് വരിക. ഓക്കെ, 4 ആണ് വരിക. ബാക്കിയുള്ള എന്തേക്കാരം, 0 ആയിക്കാരം. അഞ്ചാമത്തത് ഇവിടെയാണ്, അതായത് ഈ വാല്യൂ. അപ്പൊ അവിടെ എന്ത് വരും, 6 വരും. ബാക്കി എല്ലാം എന്ത് ചെയ്യും, 0 വരും. ലാസ്റ്റ് ആറാമത്തെ ബ്രാഞ്ച് ഈ സെൻട്രത്തെ ബ്രാഞ്ചാണ്. സെൻട്രത്തെ ബ്രാഞ്ചിന്റെ വാല്യൂ 2 ആണ്. അപ്പോ ബാക്കിയെല്ലാം 2. അപ്പോ ZB എന്നുള്ള മെട്രിക്സ്, ബ്രാഞ്ച് ഇംപെഡൻസ് മെട്രിക്സ് എന്നുള്ള എന്തായിക്കാരം, ഒരു ഡയഗണൽ എലമെന്റ്സ് ആയിക്കാരം. ഓക്കെ, ഒരു ഡയഗണൽ മെട്രിക്സ് ആയിക്കാരം വരും. ഓക്കെ, അപ്പൊ അത് ഡയഗണൽസിൽ മാത്രമേ എന്ത് ഉണ്ടാവുള്ളൂ, അതിന് വാല്യൂസ് ഉണ്ട്.
അപ്പൊ എത്ര ബ്രാഞ്ച് ഉണ്ട് ആ ബ്രാഞ്ചിന് നമ്മൾ നമ്പറിങ് ഇട്ടു. ആ ബ്രാഞ്ചിൽ ഏതാണ് ഇംപിഡൻസ് അത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ അതെന്തിക്കാരം ഒരു ഡയഗണൽ മെട്രിക്സ് ആയിക്കാരം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ആ മെട്രിക്സ് ആണ് ഈ വാല്യൂ എഴുതി 6 4 2 4 6 2. ഇനി ബി ട്രാൻസ്പോസ്, ബി നമുക്ക് കിട്ടി അതിന്റെ ട്രാൻസ്പോസ് ചെയ്ത്. പിന്നെ അതേപോലെ ബി എസ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, ബി എസ് മെട്രിക്സ്, ബി എസ് മെട്രിക്സ്. അപ്പൊ ഫസ്റ്റത്തെ ബ്രാഞ്ചിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അപ്പൊ 12 എന്ന് എഴുതി. രണ്ടാമത്തെ ബ്രാഞ്ചിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട് 6 എന്ന് എഴുതി. മൂന്നാമത്തെ ബ്രാഞ്ചിൽ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അപ്പോ 8 എന്നാക്കിയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ 12 എടുത്തിട്ടുണ്ട്. ഈ കറണ്ടിന്റെ ഡയറക്ഷൻസ് കൂടി നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. കറണ്ട് ഇതിന്റെ നെഗറ്റീവ്ക്കാണ് പോകുന്നത്, അപ്പോൾ പോസിറ്റീവ് ഇട്ട് കൊടുത്തു. ഇവിടെ കറണ്ട് ഇതിന്റെ പോസിറ്റീവ്ക്കാണ് വരുന്നത്, അപ്പോൾ വോൾട്ടേജിന് നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഈ I3 എന്നുള്ളത് ഇതിന്റെ പോസിറ്റീവ്ക്കാണ് വരുന്നത്, അപ്പോൾ ഇതിന് നെഗറ്റീവ് എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു. ബാക്കി 3 ബ്രാഞ്ചിലും എന്തില്ല, വോൾട്ടേജ് സോഴ്സ് ഇല്ല, അതുകൊണ്ട് 0. ഓക്കെ, അപ്പൊ 12 -6 -8 0 0 0 റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പോ ബി കിട്ടി, സെഡ് ബി കിട്ടി, ബി ട്രാൻസ്പോർട്സ് കിട്ടി, IL ആണ് നമുക്ക് കാണാത്തത്. IL എന്ന് വെച്ചാൽ ഏതാണ്, 3 ലൂപ്പ് കറന്റ് ആണ്, IL1 IL2 IL3. ഓക്കെ, അപ്പോ അതെന്തേക്കാരം ഒരു മെട്രിക്സ് ആയിക്കാരം. IL എന്നുള്ളത് IL1 IL2 IL3 എന്നായി. ഓക്കെ, അപ്പോ ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, ഈ ബിയും സെഡ് ബിയും കൂടി എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ബി എന്നുള്ളതും സെഡ് ബി എന്നുള്ള മെട്രിക്സും കൂടി മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് 3 × 6 മെട്രിക്സ് ആണ്, ഇത് 6 × 6 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് കിട്ടാൻ എന്താ ചെയ്യാം, ഒരു 3 × 6 മെട്രിക്സ് ആയിക്കാരം. ഓക്കെ, രണ്ടാമത്തെ ബി സെഡ് ബി × ബി ട്രാൻസ്പോസ് കാണാം. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സ് ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് 3 × 6 ആണ്, ഇത് 6 × 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 3/3 മെട്രിക്സ് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഈ സൈഡ് പുറത്തെ സൈഡിൽ എന്താണ്, ബി × ബി എസ്. ഓക്കെ, ബി സെഡ് ബി × ഇത്രയും കണ്ടു. പിന്നെ ബി × ബി എസ്, അതായത് ഈ ബി എന്ന് പറഞ്ഞ മെട്രിക്സും ബി എസും കൂടി എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ 12 -6 -8 എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ബി സെഡ് ബി ബി ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ്, ഇതാണ് IL എന്നുള്ള മെട്രിക്സ്, ഇതാണ് ബി ബി എസ് എന്നുള്ള മെട്രിക്സ്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്തു, ഒരു മെട്രിക്സ് ഫോമിലായിട്ട്. ഈ മെട്രിക്സ് ഫോം സോൾവ് ചെയ്താൽ നമുക്ക് നോക്കാം IL1 IL2 IL3 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. ഈ ഇക്വേഷൻ ആണ് കാണാതെ പഠിക്കേണ്ടത്. പിന്നെന്താ ചെയ്യുക, ഈ ബ്രാഞ്ച് മെട്രിക്സ് എങ്ങനെ, അതേപോലെ ബി മെട്രിക്സ് എങ്ങനെ ഉണ്ടാക്കുക, BS മെട്രിക്സ് എങ്ങനെ ഉണ്ടാക്കുക, IL മെട്രിക്സ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഒന്നും. ബാക്കി പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.